അമേരിക്കയുടെ കരുത്തരായ യുദ്ധവിമാനങ്ങൾ വീണതടക്കം അതിശക്തമായ തിരിച്ചടികൾ ലഭിച്ചതോടെ അമേരിക്ക 48 മണിക്കൂർ വെടിനിർത്തൽ എന്ന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടികൾ മറികടക്കുന്നതിനായിരുന്നു ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശം നിരസിച്ച ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ബുധനാഴ്ചയാണ് മറ്റൊരു രാജ്യം വഴി ഇറാനിലേക്ക് വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്ക നൽകിയത്. എന്നാൽ എഴുതി തയ്യാറാക്കിയ മറുപടി അമേരിക്കയ്ക്ക് നൽകുന്നതിന് പകരം യുദ്ധക്കളത്തിൽ ആക്രമണം തുടർന്നുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ക്ഷയിച്ചുവെന്നും സൈനിക ബലം അവർക്ക് ഇനി ശേഷിക്കുന്നില്ല എന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇറാൻ ഇസ്രയേലിലടക്കം വൻതോതിൽ മിസൈൽ വർഷം നടത്തിയിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങളും തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടു. അത്യാധുനികമായ അമേരിക്കൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഇത്രയും വേഗത്തിൽ തകർക്കാൻ ഇറാന് സാധിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മജീദ് മിസൈലുകൾ അടങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്താണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഡാർ ഉപയോഗിക്കുന്നതിന് പകരം വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമുള്ള ചൂട് തിരിച്ചറിഞ്ഞാണ് ഈ ഒരു മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. 2021 ഇറാൻ സേനയുടെ ഭാഗമായ ഈ സംവിധാനം താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇത് F-35 പോലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും വലിയ ഭീഷണിയാണ്. മജീദ് മിസൈലുകൾക്ക് പുറമെ റഷ്യൻ നിർമ്മിത വെർബ മിസൈലുകളും ചൈനീസ് HQ-9B സംവിധാനങ്ങളും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നും മേഖലയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്നും പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മിസൈൽ തൊടുത്തുവിട്ട ശേഷം ഉടൻ തന്നെ സ്ഥലം മാറുന്ന ഷൂട്ട് ആൻഡ് സ്ക്യൂട്ട് രീതിയിലുള്ള മൊബൈൽ ലോഞ്ചറുകളാണ് ഇറാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് അമേരിക്കൻ സേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് എന്നും വിദേശ മാധ്യമങ്ങൾ പറയുന്നു. ഇതെല്ലാം അമേരിക്കയ്ക്കുണ്ടാക്കിയ സാമ്പത്തികമായ നഷ്ടത്തിനപ്പുറം പ്രതിച്ഛായ നഷ്ടം ഭീകരമാണ്. ഈ ഘട്ടത്തിലാണ് അമേരിക്ക വെടിനിർത്തൽ എന്ന ആശയവുമായി മുന്നോട്ട് വന്നത് എന്നത് ഓർക്കണം. എന്നാൽ തങ്ങളുടെ ശേഷിയെ കുറച്ചു കണ്ട അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയ ശക്തമായ മറുപടിയാണ് ആക്രമണത്തിലൂടെ നിലപാട് വ്യക്തമാക്കുക എന്നത്. യുദ്ധം എങ്ങനെ തീരണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ മുൻപ് പറഞ്ഞത് ഈ ഒരു അവസരത്തിൽ ഓർക്കണം. വെടിനിർത്തലിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമം തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെയായി. ഇതിനായി ഇറാനിൽ സമ്മർദ്ദം ചെലുത്തി വരികയുമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ പ്രസിഡന്റ് വെടിനിർത്തലിനായി തന്നെ സമീപിച്ചു എന്ന തരത്തിൽ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പ്രസ്താവനകളൊക്കെ തുടക്കത്തിൽ തന്നെ ഇറാൻ തള്ളുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും തിരിച്ചടികളുടെ ദിവസങ്ങൾ കൂടിയാണ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. കുവൈത്തിലെ ബുബിയാൻ ദ്വീപിലുള്ള US സൈനിക താവളം ആക്രമിക്കപ്പെട്ടു. 3 ആഴ്ചക്കിടെ 3ഓളം കരുത്തരായ യുദ്ധവിമാനങ്ങൾ തകർന്നതോടെ അമേരിക്ക വിറച്ചു എന്ന് പറയുന്നതാകും ശരി. ഇറാൻ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായ തിരിച്ചടിയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് ഈ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഇതിനു മുൻപ് അമേരിക്കൻ യുദ്ധവിമാനം പോരാട്ടത്തിനിടെ വെടിവെച്ചിടുന്നത് 2003 ഇറാഖ് അധിനിവേശത്തിനിടെയായിരുന്നു. അന്ന് A-10 തണ്ടർബോൾട്ട് വിമാനമാണ് തകർക്കപ്പെട്ടത്. അമേരിക്കയ്ക്ക് ആദ്യമായല്ല ഇറാനിൽ വെച്ച് വിമാനം നഷ്ടമാകുന്നത്. 1980 ടെഹ്റാനിലെ US എംബസിയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ബന്ദികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടെ ഒരു സൈനിക ഹെലികോപ്റ്ററും വിമാനവും പൊട്ടിത്തെറിച്ചിരുന്നു. കടുത്ത പൊടിക്കാറ്റും യന്ത്രത്തകരാറുകളും ഉൾപ്പെടെയുള്ള തടസ്സങ്ങളെ തുടർന്ന് അന്ന് ആ ദൗത്യം ഉപേക്ഷിച്ചിരുന്നു. വിമാനങ്ങൾ തിരികെ പറന്നുയരുന്നതിനിടെ ഹെലികോപ്റ്റർ വിമാനത്തിൽ ഇടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ 13,000-ലധികം ദൗത്യങ്ങൾ അമേരിക്കൻ സേന പൂർത്തിയാക്കിയെന്നും 12,300-ലധികം ലക്ഷ്യങ്ങൾ തകർത്തുവെന്നുമാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. എന്നാൽ ഒരു മാസത്തിലേറെ നീണ്ട ശക്തമായ വ്യോമാക്രമണങ്ങൾക്കും ഇറാന്റെ സൈന്യത്തെ പൂർണ്ണമായി കീഴ്പ്പെടുത്താനായിട്ടില്ല എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് US നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കിയത്. വെടിനിർത്തലിനായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ അമേരിക്കയെ വിശ്വാസമില്ലെന്നും അമേരിക്കയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാനാകില്ല എന്നുമുള്ള ശക്തമായ നിലപാടിലായിരുന്നു ഇറാൻ. വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ ഒരു വഴിത്തിരിവും ഉണ്ടാക്കിയില്ല എന്നതാണ് വസ്തുത. ചർച്ചകൾക്ക് ഇസ്ലാമാബാദിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ കർശനമായി തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ഹോർമൂസിൽ തട്ടിയാണ് എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളും തകർന്നത്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷയുമാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന തർക്ക വിഷയം.
ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകിയാൽ വെടിനിർത്തൽ പരിഗണിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇറാൻ അംഗീകരിച്ചിട്ടില്ല. ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്നാണ് ഇറാൻ നിലപാടറിയിച്ചിട്ടുള്ളത്. ഹോർമൂസിന്റെ പാതി നിയന്ത്രണം വേണമെന്ന് തുടക്കത്തിൽ ട്രംപ് നിലപാടെടുത്തിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറി. ഹോർമൂസ് തുറപ്പിക്കുന്നതിൽ പോലും പിന്നീട് ട്രംപ് പിന്നാക്കം പോയതാണ് കാണുന്നത്. ഹോർമൂസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ വേണമെങ്കിൽ തുറക്കാൻ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് ട്രംപ് ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ട്രംപിന്റെയും സഹായികളുടെയും അവകാശവാദങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട സംഭവം. വ്യാഴാഴ്ച അമേരിക്കയുടെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടുപിന്നാലെ വെള്ളിയാഴ്ച ഇറാൻ രണ്ടാമത്തെ US യുദ്ധവിമാനവും വെടിവെച്ചിട്ടതായി വാർത്ത വന്നു. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഇത്തരത്തിൽ 4 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതിൽ 2 F-35 യുദ്ധവിമാനവും 2 F-15 യുദ്ധവിമാനവും ഉൾപ്പെടുന്നു. ഒരു F-18 യുദ്ധവിമാനം തകരാറിലാക്കാനും ഇറാന് സാധിച്ചു. ജീവഹാനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടവും പ്രതിച്ഛായ നഷ്ടവും ഭീകരമാണ്. അതിന് കാരണം അമേരിക്കയുടെ സൈനിക മേൽക്കോയ്മ വലിയ പ്രാധാന്യമർഹിക്കുന്ന പോരാട്ടത്തിൽ അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന ഈ നഷ്ടം അവരുടെ സൈനികാധിപത്യം ചോദ്യം ചെയ്യപ്പെടും എന്നതാണ്. അമേരിക്കൻ സൈനിക മേൽക്കോയ്മയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണങ്ങൾ നടന്നത്. അതിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി എന്നത് ഇറാൻ US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതും. ഇറാന്റെ ആകാശത്ത് പറക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ അവകാശവാദം. ഇറാന്റെ സൈനിക ശേഷിയും മിസൈൽ ശേഷിയും പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇറാനിൽ നാവികസേനയില്ല, സൈന്യമില്ല, വ്യോമസേനയില്ല, വിമാനവേദ സംവിധാനങ്ങളില്ല എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലും അവകാശപ്പെട്ടത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞ് ട്രംപ് നാവെടുക്കും മുൻപാണ് 2 യുദ്ധവിമാനങ്ങൾ നിലത്ത് വീണത്. ഇത് ഇറാൻ വെടിവെച്ചിട്ടതാണ് എന്ന് അമേരിക്ക സമ്മതിച്ചില്ലെങ്കിൽ പോലും അതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഏത് സൈനിക ശേഷിയും മിസൈൽ ശേഷിയുമാണ് ഇല്ലാതാക്കിയത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. യുദ്ധവിമാനം വെടിവെച്ചിട്ടതിലൂടെ ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷി തകർന്നിട്ടില്ല എന്ന് മനസ്സിലാകും. ഗൾഫിലും ഇസ്രായേലിലും തുടരുന്ന മിസൈൽ ആക്രമണങ്ങൾ അവരുടെ മിസൈൽ ശേഷി ഇനിയും ബാക്കിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അവിടെയാണ് ട്രംപിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിയുന്നതും ട്രംപ് തന്നെ ചോദ്യമുനയിലാകുന്നതും. 2025 ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇറാൻ ഇനിയൊരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം ആണവ പദ്ധതി തകർന്നുപോയി എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ US രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആദ്യ വിലയിരുത്തൽ പോലും ട്രംപിന്റെ ഈ അവകാശവാദത്തെ ഇല്ലാതാക്കുന്നതായിരുന്നു. 9 മാസങ്ങൾക്ക് ശേഷം US ഭരണകൂടം വീണ്ടും ഇറാനെ ഒരു ആണവ ഭീഷണിയായി അവതരിപ്പിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം തകർന്നുപോയി എന്ന് അവകാശപ്പെട്ട ഇറാനെയാണ് അതേ ട്രംപ് വീണ്ടും ആണവ ഭീഷണിയായി അവതരിപ്പിച്ചത്. സമാനമായി ട്രംപും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ളവരും സൈനിക വിജയങ്ങളെ അതിശയോക്തിപരമായി ചിത്രീകരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിമാനങ്ങൾ തകർന്നത് എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ 50% ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്ന് US രഹസ്യാന്വേഷണ വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂഗർഭ അറകളിലുള്ള ലോഞ്ചറുകൾ സഹിതമാണ് ഇത്. അതോടൊപ്പം കമിക്കാസെ ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ കൈവശം ശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇറാനല്ല, US രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഈ കാമിക്കാസെ ഡ്രോണുകളിൽ പകുതിയും യുദ്ധം തുടങ്ങി ഇത്രയായിട്ടും ഇറാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കണക്ക്. കടലിലൂടെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ക്രൂസ് മിസൈലുകൾ ഇപ്പോഴും പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല. ഹോർമൂസിലെ കപ്പൽ ഗതാഗതത്തിനടക്കം ഈ ക്രൂസ് മിസൈലുകൾ ഭീഷണിയാണ്. ഈ കണക്കുകൾ US രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ അവകാശവാദവും വിശ്വാസ്യതയുമാണ്. പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പെന്റഗൺ. ഇറാന്റെ മിസൈൽ ശേഷിയുടെ കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതേ അഭിപ്രായമാണ് പെന്റഗണിനും. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ 90% കുറവുണ്ടായിട്ടുണ്ട് എന്നാണ്. ഇസ്രായേലിന്റെ നിഗമനത്തിൽ ഇറാനിൽ ഇനി വെറും 20 മുതൽ 25% മിസൈൽ ലോഞ്ചറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട മറ്റൊരു കാര്യം, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം എന്ന അവകാശവാദത്തോടെ ഇറാൻ തങ്ങളുടെ രഹസ്യ ആയുധങ്ങളുടെ കലവറയുടെ വീഡിയോ ഏതാനും ദിവസം മുൻപ് പുറത്തുവിട്ടതാണ്. ഇറാൻ യുദ്ധത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ട്രംപ് ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ ചെലവുകൾ സംബന്ധിച്ച് ഉയരുന്ന ചോദ്യങ്ങളാണ് ട്രംപ് ഭരണകൂടം നേരിടുന്ന പ്രധാന വെല്ലുവിളി. യുദ്ധം രൂക്ഷമാകവേ അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിനായി $1.5 ട്രില്യൺ വമ്പൻ ബജറ്റാണ് വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രതിരോധ മേഖലയിൽ അമേരിക്ക വരുത്തുന്ന ഏറ്റവും വലിയ വാർഷിക വർധനവാണ് ഇതെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആയുധശേഖരം വിപുലീകരിക്കുന്നതിനുമാണ് ഈ ഭീമമായ തുക നീക്കിവച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രസിഡന്റിന്റെ ഈ ആഗ്രഹ പട്ടികയ്ക്ക് നിയമസാധുത ലഭിക്കണമെങ്കിൽ US കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കണം. ബജറ്റിൽ മാറ്റങ്ങൾ വരുത്താനോ തുക വെട്ടിക്കുറയ്ക്കാനോ കോൺഗ്രസിന് അധികാരവുമുണ്ട്. പ്രതിരോധത്തിനായി ഇത്രയും വലിയ തുക നീക്കിവെക്കുന്നത് അമേരിക്കയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും മറ്റ് ക്ഷേമ പദ്ധതികളെയും ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതുപോലെ നിലവിൽ ട്രംപിന്റെ ജനപ്രീതി വരെ ഇടിഞ്ഞു തുടങ്ങിയ ഘട്ടത്തിൽ ഈ ബജറ്റ് ഏതെല്ലാം രീതിയിൽ എതിർക്കപ്പെടുമെന്ന് കണ്ടറിയണം. ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ വെടിനിർത്താനുള്ള ട്രംപിന്റെ നിർദ്ദേശം ഒരർത്ഥത്തിൽ തോൽവി അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാം.